നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് അല്ല. പക്ഷേ ഇതിന് മുന്നേ ചെറിയൊരു വീഡിയോ പറയാതെ പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ പറയാമെന്നുള്ളത് പറഞ്ഞിരുന്നു. അങ്ങനെ ഒഫീഷ്യലി കുറച്ച് യൂട്യൂബ് ചാനൽസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം അത് അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, ഞാൻ നേരത്തെ അറിയേണ്ടല്ല, സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണൻ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ വൈൽഡ് കാർഡായിട്ട് കയറാൻ പോകുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒരുവിധം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ സീസൺ മുതൽ തന്നെ സായിയുടെ പേര് ഇതിൽ സ്പെക്കുലേഷനായിട്ട് കേട്ടുകൊണ്ടിരുന്നു. പല റീസൺ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും സായിയുടെ ഓപ്പർച്യൂണിറ്റിയിൽ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു സംഭവം ഉണ്ടായി. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം സായിയുടെ ഈ ഒരു സംഗതി വന്ന സമയത്തും നമുക്ക് അറിഞ്ഞിട്ട് കൂടി നമ്മളതിനെക്കുറിച്ചുള്ള സീക്രട്ടിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കൂടി നമ്മളതിൽ ഒരു വീഡിയോയിൽ കൂടെ പറയാതിരുന്നു. കാരണം നമ്മളായിട്ട് ഒരാളുടെ എന്തെങ്കിലും പറഞ്ഞിട്ട് അയാളുടെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി അറിയാൻ കഴിഞ്ഞത് ബിഗ് ബോസിലേക്ക് സീക്രട്ട് ഏജൻറ്റ് ഇന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സായി മറ്റുള്ള പിന്നെ വൈൽഡ് കാർഡ്സിൻ്റെ കൂടെ സായിയും കയറും. ഓക്കെ, അപ്പോൾ അറിയാം സായിൻ്റെ പുതിയൊരു ഇൻട്രൊഡക്ഷൻ ആർക്കും വേണ്ട. സീക്രട്ട് ഏജൻറ്റ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും സോഷ്യൽ ഇഷ്യൂസ് പ്ലസ് ബിഗ് ബോസ് ഇതെല്ലാം റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ബിഗ് ബോസിനെ വളരെ സൂക്ഷ്മമായിട്ട് കാണുന്ന ഒരു റിവ്യൂ ചെയ്യുന്ന വ്യക്തി പറയുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ കലക്കി കുടിച്ചിട്ട്, പക്ഷേ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ള സംഭവം അവിടെ ഉണ്ട്. കാരണം ഇതൊരു ലൈവ് എൻവയോൺമെൻ്റ് ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അത്രയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോസും ഒപ്പീനിയൻസ് പറയണ പോലെയല്ല, നമ്മൾ ലൈവായിട്ടൊരു പ്രശ്നത്തിന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് അത് എത്രത്തോളം ഡിഫറൻസ് ഉണ്ടാക്കും എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ സായി ചെന്നിട്ടുള്ള സായിയുടെ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും അതിനുള്ളിലുള്ള വ്യക്തികൾ, എസ്പെഷ്യലി ജാസ്മിൻ ജാഫറിൻ്റെ ഒരു പേര് എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ജാസ്മിൻ ജാഫർ ഈ അന്നത്തെ അസ്ലാം മാർലി ഇവരിങ്ങനത്തെ ഇഷ്യൂവിലൊക്കെ മെയിനായിട്ട് മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ഇവരുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാവുന്നൊരു വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ്റ്. ഓക്കെ, സീക്രട്ട് ഏജൻ്റ് ആണ് എനിക്ക് തോന്നുന്നു ഈ പ്രശ്നത്തിൽ മുൻകൈ എടുത്തത്, അന്നത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുത്തത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെയൊക്കെ ലൈഫിലുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് ജാസ്മിൻ്റെ ആ പഴയ കേസും എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എത്രത്തോളം സായി അതിനുള്ളിൽ ചെന്നൊരു സായിക്ക് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. ഒന്ന് പിന്നെ ഞാൻ ഈ ഒരു ഇതിൽ സായിൻ്റെ ഈ വൈൽഡ് കാർഡ് എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കുറച്ച് പേര് ചെയ്തതിൻ്റെ അടിയിലെ കമൻസ് നോക്കുന്ന സമയത്ത് പൊതുവായിട്ടൊരു സംഗതി അവിടെ കണ്ടു. ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന സായി കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ സെക്രട്ടറിയാണ്. ഓക്കെ, അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടല്ലോ. പ്ലസ് മാത്രമല്ല യൂട്യൂബർ അല്ലെങ്കിൽ ഒരു റിവ്യൂ ചെയ്യുന്ന യൂട്യൂബർ, അതുപോലെ ബിഗ് ബോസൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് റിവ്യൂ ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ വക സായിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഇനി ആരും റിവ്യൂ, കാരണം ഞാൻ ഒരുപാട് കമൻസ് അങ്ങനെ വായിച്ചു, ഇനി ആരും ഈ റിവ്യൂ നോക്കേണ്ട കാര്യമില്ല, കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവരും ഇനി സായിനെ മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ എന്നുള്ള സംഭവം കണ്ടു. കാരണം വെച്ചാൽ ഈ യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് പോകുന്നൊരു വ്യക്തിയാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മലപ്പുറംകാരനാണ്, മഞ്ചേരിയാണ്. സായി മലപ്പുറത്തുകാരനാണ്. നമ്മുടെ മലപ്പുറത്ത് നിന്ന് ഒരാൾ ബിഗ് ബോസിലേക്ക് പോകുക എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമുണ്ട്. വി വിഷ് ഹിം ഓൾ ദി ബെസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പുള്ളിയിലേക്ക് എത്തുന്നത്. ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്, സായിയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എത്തുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ ഈ കമൻറ്റുകൾക്കുള്ള മറുപടി എനിക്ക് പേഴ്സണലി കുറച്ച് മെസ്സേജ് അയച്ചിട്ടാണ് ആൾക്കാർ ഈ വീഡിയോസ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഐ തോട്ടിലേക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ മലപ്പുറത്ത് പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പരിചയമുള്ള ആളാണെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ, ഞാനിപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള കമൻസിലൂടെ ചോദിച്ചിട്ടുള്ള മറുപടി ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിരിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആര് പോയി കഴിഞ്ഞാലും ബിഗ് ബോസിനകത്ത് അയാളുടെ പെർഫോമൻസ് എന്താണെന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് സപ്പോർട്ടായിട്ടോ ഒരു എതിരായിട്ടോ നമ്മൾ പോകുന്നുള്ളൂ. ഇതുവരെയുള്ള എൻ്റെ വീഡിയോസ് കണ്ടറിയാം. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ പെർഫോമൻസ് വരുന്ന സമയത്ത് ഒരു വ്യക്തിയോട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് പോവുകയാണ്. അതുപോലെ ഒരു ഇഷ്ടം ഇതിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് ബിഗ് ബോസ് എന്ന ഗെയിം ഷോയിലേക്കാണ് പോകുന്നത്. പുറത്തുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല ഒരാളെ വിലയിരുത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ അയാൾ കളിക്കുന്ന ഗെയിമിന് അടിസ്ഥാനമായിട്ടാണ് അയാളുടെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മളെ റിവ്യൂവും വിലയിരുത്തലും എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പ് തരാം, നമ്മളെ സമയം ചിലവാക്കി കാണുന്ന പ്രേക്ഷകരോട് ഒരു ഉറപ്പ് മാത്രം തരാം. ഇനി മെസ്സേജ് അയക്കുന്നവരോടും അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് എല്ലാവരും നമ്മൾ സ്വന്തം അളിയൻ പോയി കഴിഞ്ഞാലും ബിഗ് ബോസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്താണോ ആളുടെ പെർഫോമൻസ് അതിനകത്ത് വരുന്നത്, അതിൽ നിന്ന് നമുക്കെന്താണ് ഓണസ്റ്റ്ലി തോന്നുന്നത്, അതായത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കണ്ടീഷൻസിനനുസരിച്ചല്ല ഞാൻ പറയുന്നത്, ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ചല്ല ഞാൻ പറയുന്നത്, നമുക്കെന്താണ് ആ പേഴ്സണൽ ഇതിൻ്റെ ഒരു ആസ് എ പ്രേക്ഷകൻ നമുക്കെന്താണോ തോന്നുന്നത്
അതായിരിക്കും ഈ ഒരു ചാനലിലൂടെ നമ്മൾ പറയുക. ഇവിടെ അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിനൊന്നും, കാരണം വെച്ചാൽ സായി പോണ കാര്യം നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞത് അറിഞ്ഞത് ഒരു ഗ്രൂപ്പിൽ ഇന്നലെ തൊട്ട് സർക്കുലേറ്റ് ചെയ്യുന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജ് ഇപ്പോൾ കാണിക്കുന്നില്ല. 1-2 ഗ്രൂപ്പ്സിൽ സർക്കുലേറ്റ് ചെയ്യുന്ന 2-3 മെസ്സേജസ് ഉണ്ട്. ആ മെസ്സേജ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് കേട്ടോ. ആ ഗ്രൂപ്പിലുള്ള മെസ്സേജ് കണ്ട സമയത്താണ് സായി പോകുന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സായിക്ക് ഓൾ ദ ബെസ്റ്റ് വിഷസും കൊടുക്കുന്നു. എന്താണെന്നുണ്ടെങ്കിലും നിഷ്പക്ഷമായിട്ട് നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു റിവ്യൂ ഉണ്ടായിരിക്കും. എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ചെയ്യുന്നുള്ളത്, എസ്പെഷ്യലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഉള്ളിൽ ചൂടായി ചർച്ചയായിട്ട് നിൽക്കുന്ന കാര്യമാണ് ജബ്രി. ഈ കോംബോ പൊളിക്കുന്നൊരു സംഭവമാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതാ പറഞ്ഞു, ജബ്രി കോംബോ പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ജബ്രി കോംബോ പൊട്ടിക്കാൻ നോക്കുമോ അതോ സ്വന്തമായിട്ട് അവിടെ നിലനിന്ന് കളിക്കുമോ എന്നുള്ളത് അറിയില്ല. ഒരു പോസിബിലിറ്റി ഉണ്ടാവാൻ പോകുന്നത് അറിയില്ല. മറിച്ചാവണം എന്നാണ് ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 60-40 ചാൻസാണ്. 60% ഒരു പോസിബിലിറ്റി ഉണ്ടാവാൻ പോകുന്നത് അവിടെ ജാസ്മിൻ്റെ ലൂപ്പിലേക്ക് കയറാനുള്ളൊരു ചാൻസാണ് കാണുന്നത്. ഓക്കെ, ഈ ലൂപ്പിലേക്ക് കയറി ചെന്നിട്ട് അവിടെ സീക്രട്ട് ഏജൻറ്റും ജാസ്മിനും എല്ലാം കൂടി ഒരു കളി കളിക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഇനി നാളത്തെ സ്ഥിതി എന്താണെന്നുള്ള അറിയില്ല. നമുക്ക് അതിനുള്ളിൽ ചെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. കാരണം ഇവരുടെ മനസ്സിലെന്താ, ഈ കയറുന്ന ആൾക്കാരുടെ മനസ്സിലെന്താണെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. കാരണം സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് എല്ലാം അറിയുന്ന ഒരാൾ വരുന്ന സമയത്ത് എത്രത്തോളം ജാസ്മിൻ ഓപ്പൺ അപ്പ് ആവുന്നുള്ള അറിയില്ല. കാരണം വെച്ചാൽ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ച കേസാണ്, നോറയുടെയും ജാസ്മിൻ്റെയും കേസ് വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പെട്ടെന്ന് അവരെ പുറത്തത്തെ കാര്യങ്ങൾ പറഞ്ഞോടുകൂടി അവരവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള പാസ്റ്റുള്ള ആൾക്കാരാണ്. അത്രയും എന്താ പറയുക, മോശപ്പെട്ട രീതിയിലുള്ള പാസ്റ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ അറിയുന്നൊരു വ്യക്തി ഉള്ളിലേക്ക് കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതൊക്കെ അറിയുന്ന ഒരാളെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും ജാസ്മിനൊക്കെ ഇതെടുക്കുക എന്നുള്ളത് അറിയില്ല. ഈവൻ നോറയാണെങ്കിലും എനിക്ക് തോന്നുന്നു വേറെ അങ്ങനെ ആരും ഉണ്ടായിരിക്കും തോന്നുന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ജാസ്മിൻ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് സായി അറിയുന്നത്, അല്ലെങ്കിൽ സായിക്കായിരിക്കാം, സീക്രട്ടേറിയനായിരിക്കാം ഏറ്റവും കൂടുതലായിട്ട് ജാസ്മിൻ ജാഫറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിൻ്റെ ഭാഗത്തുനിന്നും ഇതെന്ന് വെച്ചാൽ ഇവനെ ലൂപ്പിൽ കയറ്റാനുള്ള പരിപാടി നോക്കുന്നുള്ളൂ. അങ്ങനെ ലൂപ്പിലൊക്കെ കയറുകയാണെന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞ്, കാരണം പുറത്തുനിന്നൊക്കെ ഞാൻ ഇനീഷ്യലി സായിൻ്റെ വീഡിയോസ് നോക്കുന്ന സമയത്ത്, റിവ്യൂ ചെയ്യുന്ന സമയത്ത് ജബ്രി കോംബോനെ അഗെയിൻസ്റ്റ് ആയിട്ട് പോയെങ്കിലും റീസെൻ്റ്ലി ഒക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി അറിയില്ല, ഇനിയിപ്പോൾ ചില എന്തിനാണെന്ന് നമുക്കറിയില്ല, ഓരോരുത്തർക്ക് ഓരോ ഏത് രീതിയിലാണ് അവരുടെ തിങ്കിങ്ങും പേഴ്സ്പെക്റ്റീവും പോകുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ഇതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ലൂപ്പിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല, പറയാൻ പറ്റില്ല. ശരിക്കും അതൊരു ഇൻഡിവിജ്വൽ ഗെയിം പ്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് സീക്രട്ടേറിയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കീപ്പിംഗ് ഇൻ മൈൻഡ് ഒരു കാര്യം, കാരണം എന്താ വെച്ചാൽ ഇതുവരെ നമ്മൾ സീക്രട്ട് ഏജൻറ്റിൽ എല്ലാവരും കണ്ടിട്ടുള്ളത് ഒരു ഇഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് എല്ലാ കാര്യങ്ങളും ഡേറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട്, എസ്പെഷ്യലി സായിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഓരോ ക്ലിപ്സ് വെച്ചിട്ട് നോക്കി ക്ലിപ്പ് വെച്ചിട്ടുള്ള അഭിപ്രായം പറയാം. അല്ലെങ്കിൽ അഭിപ്രായങ്ങളല്ല, ഇപ്പോൾ പല സ്ഥലത്തും ഡാറ്റ കളക്ട് ചെയ്തിട്ട് എല്ലാവരും മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളി വീഡിയോസ് ചെയ്ത് വന്നിരുന്നത്, ഒപ്പീനിയൻസ് പറഞ്ഞിരുന്നത്. അല്ലാതെ ഒരു പബ്ലിക്കായിട്ടൊരു ലൈവായിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ വന്നിരുന്നിട്ട് നേർക്ക് നേർ ലൈവായിട്ട്, അതായത് ഒരു കട്ടും ഇതൊന്നും ഇല്ലാത്ത, ക്യാമറ റെക്കോർഡിംഗ് ഓഫ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ഇല്ലാത്ത രീതിയിൽ ഡയറക്റ്റായിട്ട് ഫേസ് ടു ഫേസ് ഒരു സംസാരവും കാര്യങ്ങളും ഒരു ഡിബേറ്റിൽ ഏർപ്പെടുന്നതായിട്ട് ഇതുവരെ സീക്രട്ട് ഏജൻറ്റിനെ നമ്മൾ കണ്ടിട്ടില്ല. നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ഇത് കണ്ടവരല്ല. കാരണം ചിലപ്പോൾ കഴിഞ്ഞ സീസണിൽ മാരാരുടെയൊക്കെ കേസ് പറഞ്ഞ സമയത്ത് തന്നെ ആ ഒരു ഉണ്ണിമൂന്നിൻ്റെ കേസിലൊക്കെ സായി ലൈവായിട്ട് സീക്രട്ട് ഏജൻറ്റൊക്കെ ലൈവായിട്ട് ഈ ഒരു ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് എത്രത്തോളം പെർഫോം ചെയ്തു നമുക്ക് നല്ലോണം അറിയാം. എന്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സീക്രട്ട് ഏജൻറ്റിന്. കാരണം എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോകുന്ന വ്യക്തി ആയതുകൊണ്ട് സപ്പോർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നാളെ നിങ്ങളെപ്പോലെ ഞാനും എന്താ വെച്ചാൽ ഈഗർലി വെയിറ്റിംഗ് ആണ് ഏത് രീതിയിലാണെന്നുള്ളത്. നമ്മളെ മലപ്പുറത്തുനിന്ന് ഒരാൾ ബിഗ് ബോസിലേക്ക് പോവുകയാണ്. അപ്പോൾ വി വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ്. ഒന്ന്. രണ്ടാമത് ഞാനൊരു കാര്യം അഷ്യൂർ ചെയ്യുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണോ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് പുള്ളിയുടെ, ഞാൻ എല്ലാ കാലത്തും എല്ലാ ആൾക്കാരും വിമർശിച്ചിട്ട് തന്നെ ഉള്ളൂ. അതായത് ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ വിമർശിച്ചിട്ടേ ഉള്ളൂ. നല്ലത് വരുമ്പോൾ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലത് വരുമ്പോൾ സപ്പോർട്ടും ചെയ്യും. ഡെഫിനറ്റ്ലി മോശം കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് മോശമല്ല കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ വിമർശിക്കും. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇതൊരു പറയാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.